ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയെ കുറിച്ചാണ്. ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത ഒരു വീടും തന്നെ കേരളത്തിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ 90% വീടുകളിലും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള, നല്ല സ്ട്രോങ് മാനേജ്മെന്റ് ഉള്ള, സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം 4-5 വർഷത്തെ ഒരു കൺസോൾട്ടേഷന് ശേഷം ഈ കമ്പനി ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 30 മുതൽ 50% വരെ റിട്ടേൺ തരാൻ സാധ്യതയുണ്ട്. ലോങ് ടൈമിലേക്കാണ് എങ്കിൽ 100 മുതൽ 200% വരെ റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അത് നമുക്ക് വളരെ വിശദമായി ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് മനസ്സിലാക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ കമ്പനി ഏതാണ് എന്നും അവരുടെ പ്രൊഡക്റ്റ് ഏതൊക്കെയാണ് എന്നും നോക്കാം. ഈ കമ്പനിയുടെ പേരാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഈ കാണുന്നതൊക്കെയാണ് അവരുടെ പ്രൊഡക്റ്റ്. ഫ്രണ്ട്സ്, ഇത് ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ഒരു വീക്ക്ലി ചാർട്ടാണ്. ഈ ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ലോങ് കൺസോൾട്ടേഷനിലായിരുന്നു ഈ സ്റ്റോക്ക് എന്നാണ്. ഇവിടെ നമുക്ക് നോക്കാം, ഒരു 2019 മുതൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സിന് കാര്യമായിട്ടുള്ള റിട്ടേൺ ഒന്നും ലഭിച്ചിട്ടില്ല. 2019 മുതൽ ഈ സ്റ്റോക്ക് ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻവെസ്റ്റേഴ്സിന് കാര്യമായിട്ടുള്ള ഒരു റിട്ടേൺ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ഈ കാലയളവിൽ കാര്യമായ റിട്ടേൺ ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇനി നമുക്ക് നല്ലൊരു റിട്ടേൺ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ 50 മുതൽ 100% വരെ 100 മുതൽ 200% വരെ റിട്ടേൺ തരാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ കാരണമെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്ത ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനെ സമീപിക്കുമ്പോൾ കണ്ടില്ല, ഇവിടെ എല്ലാ സമയവും ഇതിനെ റെസ്പെക്ട് ചെയ്ത ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. 1, 2, 3, 4, 5, 6 തവണ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്. അവിടെ ട്രെൻഡ് ലൈനെ സമീപിക്കുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ പ്രാവശ്യം ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. സോ ഇനി ഒരു അടുത്ത ലെഗ് റാലിയിലേക്ക് ഈ ഒരു സ്റ്റോക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഏകദേശം നമുക്ക് നല്ല ഒരു റിട്ടേൺ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ തരാൻ സാധ്യതയുണ്ട്. അതൊന്നും നമുക്ക് വിശദമായിട്ട് ഇതിന്റെ ഒരു ഈ ഒരു സ്റ്റോക്കിന്റെ പ്രീവിയസ് ചാർട്ട് കണ്ട് ഹിസ്റ്ററി നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് പരിശോധിക്കുന്നതാണ്. നമുക്ക് ഇതിന്റെ ഒരു പ്രീവിയസ് ചാർട്ടിലേക്ക് പോവാം. ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ ഒരു ലോങ് കൺസോൾട്ടേഷൻ 2015 മുതൽ 2017 വരെ ഒരു ലോങ് കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ ഒരു കൺസോൾട്ടേഷൻ 2015-14 കാലഘട്ടങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കൊന്നും ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് കാര്യമായിട്ടുള്ള റിട്ടേൺ ലഭിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ നല്ല ഒരു റിട്ടേൺ ആണ്. ഏകദേശം 200% റിട്ടേൺ ആണ് അവർക്ക് ലഭിച്ചത്. അത് നമുക്ക് നോക്കാം. ഈ ഒരു ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഈ ഒരു സ്റ്റോക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു 200% റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 2017 മെയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ഏകദേശം 2021 സെപ്റ്റംബർ വരെ അതിന്റെ ഒരു റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 200% റിട്ടേൺ ആണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ചുരുങ്ങിയ കാലം കൊണ്ട് ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ അവർക്ക് 50%-ഉം 100% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 ഇയേഴ്സിനാണ് എന്നുണ്ടെങ്കിൽ ഒരു 200% വരെ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇവിടുന്ന് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ആയതിനു ശേഷം കുത്തനെയുള്ള ഒരു പോക്കായിരുന്നു. ഈ സ്റ്റോക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് ആയിരുന്നു. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഇവിടെ എത്തേണ്ടതായിരുന്നു. അപ്പം അതിനുശേഷം നമുക്കൊരു ലോങ് കൺസോൾട്ടേഷൻ 2019 മുതൽ ഒരു ലോങ് കൺസോൾട്ടേഷൻ ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സോ ഇവിടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത പോലെ നമുക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നല്ലൊരു റിട്ടേൺ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏകദേശം ഈ ഒരു റേഞ്ച് വരെയൊക്കെ നമുക്ക് ഷോർട്ട് ടൈമിലായിട്ട് 3500 ആ ലെവലെല്ലാം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇൻവെസ്റ്റേഴ്സിന്. 2019-20 ആ കാലഘട്ടങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. സോ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്ക് നല്ല റിട്ടേൺ തരാൻ സാധ്യതയുണ്ട്. ലോങ് ടൈമിലേക്കാണ് എങ്കിൽ വളരെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള, നല്ല ഡിവിഡൻഡ് തരുന്ന ഒരു ഡിസ്ക്ലൈമർ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രം വേണ്ടിയിട്ടാണ്.
എത്ര ഹൈ പ്രോബിലിറ്റി എത്ര നല്ല സ്റ്റോക്ക് ആയി കഴിഞ്ഞാലും അതിൽ റിസ്ക് ഇൻവോൾവ്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റുമായിട്ട് അഡ്വൈസ് പ്രകാരം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഞാനതിൽ ഒരു എക്സ്പേർട്ട് അല്ല, ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമാണ്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ അതുപോലെ ഈ ഒരു ഫീൽഡിൽ ഒരു എക്സ്പേർട്ടോ അല്ല. നിങ്ങൾ നിങ്ങൾ സ്വന്തം റിസ്കിൽ ഒരു എക്സ്പേർട്ടുമായിട്ട് കൺസൾട്ട് ചെയ്ത് മാത്രം നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോ ബൈ, ഗുഡ് ലക്ക്.